ഹായ് ഫ്രണ്ട്സ്, ഈ ചെടി ഏതാണെന്നറിയാമോ? ഇതാണ് അമ്പഴങ്ങ ചെടി. ഇതാ കാച്ചു കിടക്കുന്നതാണ് അമ്പഴങ്ങ. ചെറുപ്പകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, ആന വായിൽ അമ്പഴങ്ങ എന്നൊക്കെ എൻ്റെ അമ്മയുടെ വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്കറിയില്ല. എനിക്ക് വിചാരം ആനയുടെ വായിൽ വയ്ക്കണമെങ്കിൽ അത് തീർച്ചയായിട്ടും അത് വലിയ സംഭവമായിരിക്കില്ലേ, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ആന വായിൽ അമ്പഴങ്ങ എന്നാൽ നമ്മുടെ വായിലൊരു ജീരകം ഇട്ടാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ആനയ്ക്ക് ഈ അമ്പഴങ്ങ. കണ്ടോ, മാങ്ങ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടോ, മാങ്ങ കൊല. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്, എന്നെപ്പോലെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഇടുകയാണ്. നിറയെ ആളുകൾക്കെല്ലാം അറിയാം. ഇതൊരു ചെറിയ ചെടിയാണ്, ഞാൻ വാങ്ങിച്ച് നട്ടിട്ട് ഏകദേശം ഒരു 4 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാ, ഇത് സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഇതുപോലെ ചെറിയ കായകളുണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് വലുതായി എടുത്തു. ഇപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്, പൂത്ത് കായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കാണാൻ നല്ലൊരു രസമാണ്. ഞാൻ വെള്ളം ഒഴിക്കട്ടെ. മാങ്ങ ഉപയോഗിക്കുന്ന എല്ലാ കറികൾക്കും അതിന് മാങ്ങയ്ക്ക് പകരമായിട്ട് ഇത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്കിനി ചെയ്ത് നോക്കണം. ഇത് എസ്പെഷ്യലി മീനിലൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കി, മാങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. കഴിക്കാനും നന്നായിരിക്കും. കഴുകി നോക്കട്ടെ, കഴുകിയിട്ട് കഴിക്കാം. ഇതിൻ്റെ പുറത്തൊരു വെള്ള പൗഡർ പോലെ അതെന്താണെന്നറിയില്ല, പൗഡർ സ്പ്രേ ചെയ്തതുപോലെ വെളുവിളായിട്ടൊന്നും കാണും, പശ. ഒന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. അസൽ മാങ്ങേനാണ്. ഒരു നല്ല മണം കൂടെ ഉണ്ട്, നല്ല മണം. ആ പാലിൻ്റെ മണമാണോ എന്തെന്ന് എനിക്ക് പറയാനറിയില്ല, നല്ല ടേസ്റ്റ്. ഏത് ചെടിയിൽ നിന്ന് ഒരു കായോ പൂവോ എന്തെടുത്താലും നമ്മൾ ആദ്യം അതിന് അല്പം വെള്ളം കൊടുക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ അതിന് കായോ പൂവോ എന്ത് വേണമെങ്കിലും എടുക്കാവൂ. എനിക്കങ്ങനെ ഒരു ഫീലുണ്ട്, അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. യൂഷ്വലി തുളസിക്കാണ് നമ്മളങ്ങനെ ചെയ്യാറുള്ളത്.